ഇതൊരു മീഷോ ധാവണിയുടെ ബ്ലൗസാണ് കേട്ടോ. നമ്മളത് ചെയ്തേക്കുന്നത് നെക്ക് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. സ്ലീവ്ലെസ് ആയിരുന്നേ. അതേപോലെ നമ്മളൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഈ ഒരു ടൈപ്പിലുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു വി ആണ് വന്നേക്കുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് തയ്ക്കാനുണ്ടായിരുന്നത് ഈ 2 ബ്ലൗസാണ് കേട്ടോ. അത് നോർമൽ കട്ടിൽ ചെയ്തേക്കുന്ന 2 ബ്ലൗസ് തന്നെയാണ്. സാധാരണ ബെൽറ്റ് ബ്ലൗസ് തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അങ്ങനത്തെ 2 ബ്ലൗസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്താണ് വെച്ചേക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബ്ലൗസ്. അതായി കാണുന്നതായിരുന്നു കേട്ടോ അതിൻ്റെ 2 സാരിയും വന്നിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ധാവണിയുടെ പാവാടയാണ്. ഇതാണ് കേട്ടോ പാവാട. ഞാനത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഞൊറി പ്ലീറ്റ് ഇങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്ലീറ്റ് ഇപ്പോഴേ അഴിക്കാതെ നമ്മൾ ഇടാൻ നേരത്തെ അഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി വൃത്തിയിലുണ്ടാകും നമ്മുടെ ധാവണി. ഇതാണ് നമ്മുടെ ബ്ലൗസ്. സ്ലീവ്ലെസ് ആണെങ്കിൽ ഞാൻ സ്ലീവിനുള്ള ഭാഗമൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങാനും വേണ്ടി വന്നാൽ വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത് മീഷോ എന്നുള്ള ധാവണിയാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കാണും ഇത്. ഇങ്ങനെയാണ് ഷോൾ വരണത്. എങ്ങനെയുണ്ടെന്ന് പറയണേ.